അങ്ങനെ ഞങ്ങളുടെ യാത്ര മുംബൈയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മുംബൈ സ്റ്റേഷൻ അടുത്തേക്ക് വരികയാണ്. ഇവിടുത്തെ ലൊക്കേഷൻ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നേത്രാവതി എക്സ്പ്രസ്സിലാണ്. ഞാനിവിടെ ഇരുന്നു കൊണ്ട് മഹാരാഷ്ട്രയിലെ ഭംഗിയൊക്കെ കാണുകയാണ്. ഇപ്പം ഞാൻ കടന്നു പോകുന്നത് സംഗമേശ്വർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെയാണ്. ഇത് രത്നഗിരി ഡിസ്ട്രിക്റ്റിലാണ്. ഈ കൊങ്കൺ റെയിൽവേയിൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയപ്പെടുന്നത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്തെന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരിൻ്റെ കൂടെ റോഡ് എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഈ റെയിൽവേ കടന്നു പോകുന്നത് ഇതിൻ്റെ ഈ സിറ്റിയുടെ സെൻട്രൽ ഭാഗത്തൂടെ അല്ല, ഏതാണ്ട് 4 കിലോമീറ്റർ മാറി ഹൈവേയുടെ പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ മെയിൻ സിറ്റിയിലോട്ട് പോകുന്ന, അതായത് സംഗമേശ്വർ ടൗണിലേക്ക് പോകുന്ന പ്രധാന റെയിൽവേ കവാടം എന്ന് യാത്രക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് എന്ന പേര് കൂടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കൂടെ ചേർത്തത്. ഇപ്പം നമ്മൾ കടന്നു പോകുന്നതും മഹാരാഷ്ട്രയിലെ തന്നെ ആപ്ത റെയിൽവേ സ്റ്റേഷനാണ്. മുംബൈയിലെ പ്രശസ്തമായ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിന് ശേഷം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചിത്രീകരണങ്ങൾ നടന്നിട്ടുള്ളത് ആപ്ത റെയിൽവേ സ്റ്റേഷനിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്ക് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണിത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അതിന്റെ പ്രകൃതി ഭംഗി തന്നെയാണ്. ഒരു വശത്ത് പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മറുവശത്ത് പുഴയോരത്തോടു കൂടി പോകുന്ന നാട്ടുപാതകളും ഒക്കെ വളരെ മനോഹരമായി ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ മറ്റൊരു റീസൺ എന്തെന്ന് വെച്ചാൽ മുംബൈ ഫിലിം സിറ്റിയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്താൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വലിയ ഷൂട്ടിംഗ് ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവരാനായിട്ട് വളരെ സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് അത് കൂടുതലും ഫിലിം മേക്കേഴ്സ് ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ മുംബൈയിൽ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് വേറൊരു ട്രെയിനിൽ കയറിയിട്ട് വീണ്ടും 1 മണിക്കൂർ ട്രാവൽ ചെയ്യണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പൻവേൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് 1962 ഇന്ത്യൻ റെയിൽവേയിൽ ചരക്ക് നീക്കാൻ വേണ്ടി ആരംഭിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിലോ മുംബൈയിലെ ഏറ്റവും വലിയ മോഡേൺ റെയിൽവേ ഹബ്ബുകളിൽ ഒന്നായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. ഇത് ഏതാണ്ട് 17 ഏക്കറിലാണ് പരന്നു കിടക്കുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനെയും പ്രധാന ഭാഗങ്ങളെയും മൂടി നിൽക്കുന്ന കൂറ്റൻ സിംഗിൾ റൂഫുകളാണ്. ഈ റൂഫ് മാത്രം 4.1 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റേഷൻ്റെ മെയിൻ ഗേറ്റ് അവസാനിക്കുന്നത് സയൻ പൻവേൽ ഹൈവേയിലാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് പുറത്തിറങ്ങുമ്പോൾ റോഡ് മാർഗവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ 10 റെയിൽവേ ട്രാക്കാണ് കാണാൻ കഴിയുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ വളരെ മനോഹര ഒരു സംസ്കാരം തന്നെ കാണാം. പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, പല മതക്കാർ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നു. മുംബൈയിൽ ഒരാഴ്ച ഞങ്ങൾ താമസിച്ചത് ഈ ഹോട്ടലിലാണ്. വളരെ നല്ല ഒരു ഹോട്ടലായിരുന്നു ഇത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരുന്നത് കൊണ്ട് എല്ലായിടത്തും പോകാനും നല്ല സൗകര്യമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലാണ്. മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 1,20,000 സ്ക്വയർ ഫീറ്റ് ആണ്. 1913 പണി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ ജനറൽ പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കുന്നതിനായി അന്ന് ആ പ്രദേശത്ത് തന്നെ ഖനനം ചെയ്തെടുത്ത ബ്ലാക്ക് ബസാൾട്ട് കല്ലുകളും മഞ്ഞ കുർള കല്ലുകളും വെള്ള ദ്രാംഗദ്ര കല്ലുകളുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന അതിൻ്റെ കൂറ്റൻ താഴികക്കുടങ്ങളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ വാസ്തുവിദ്യ താഴികക്കുടങ്ങളായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വാസ്തുവിദ്യ അത്ഭുതമാണ് ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനസ്. 1888 ഇത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. 1996 ഛത്രപതി ശിവജി മഹാരാജാവിന്റെ ഓർമ്മയ്ക്കായി സ്റ്റേഷന്റെ പേര് ഔദ്യോഗികമായി മാറ്റുകയായിരുന്നു.
പ്രതിദിനം ഏകദേശം 30 ലക്ഷത്തോളം യാത്രക്കാർ ഈ സ്റ്റേഷൻ ഉപയോഗിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, മുംബൈ നഗരത്തിന്റെ കൊളോണിയൽ സാമ്പത്തിക ചരിത്രത്തിന്റെ ശ്രദ്ധേയമായ ഒരു സ്മാരകം കൂടിയാണിത്. വിക്ടോറിയൻ ഗോതിക് പുനരുദ്ധാന ശൈലിയുടെയും പരമ്പരാഗത ഇന്ത്യൻ വാസ്തുവിദ്യയുടെയും അതുല്യമായ സംയോജനം കണക്കിലെടുത്ത് 2004 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. താഴികക്കുടങ്ങളും ഉയർന്ന ഗോപുരങ്ങളും കമാനങ്ങളും കല്ലിൽ തീർത്ത സങ്കീർണ കൊത്തുപണികളും ഈ കെട്ടിടത്തിന്റെ മനോഹാരിത കൂട്ടുന്നു. സൗത്ത് മുംബൈയിൽ ഐക്കോണിക്കായ ഛത്രപതി ശിവജി മഹാരാജ ടെർമിനൽസിന് തൊട്ടു മുന്നിലായിട്ടാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇത് 1893 ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഫെഡറിക് വില്യം സ്റ്റീവ് ആണ് ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ ഇത് മുനിസിപ്പൽ കോർപ്പറേഷനായി പ്രവർത്തിക്കുന്നു. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസിന് സമീപം നമുക്ക് മറ്റൊരു ബിൽഡിംഗ് കാണാം. അതിൻ്റെ പേരാണ് ബ്ലാക്കി ഹൗസ്. ഇത് 1809 സ്കോട്ട്ലൻഡിൽ സ്ഥാപിതമായ ബ്ലാക്കി ആൻഡ് സൺ എന്ന പ്രശസ്തമായ പബ്ലിഷിംഗ് കമ്പനിയുടെ പേരിൽ നിന്നാണ് ഈ കെട്ടിടത്തിന് ബ്ലാക്കി ഹൗസ് എന്ന പേര് ലഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലുടനീളം സ്കൂൾ പാഠപുസ്തകങ്ങളും മറ്റ് സാഹിത്യകൃതികളും അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനായാണ് ഈ കമ്പനി മുംബൈയിൽ ഈ ബിൽഡിങ്ങിൽ ഓഫീസ് ആരംഭിക്കുന്നത്. മനോഹരമായ കരിങ്കൽ പണികളും അലങ്കാര പണികളും നിറഞ്ഞ വിക്ടോറിയൻ വാണിജ്യ വാസ്തുവിദ്യാ ശൈലിയാണ് ഈ ബിൽഡിംഗ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആധുനിക മുംബൈ തുറമുഖത്തിന്റെ തുടക്കം ഇവിടെയാണ്. യെല്ലോ ഗേറ്റ് പ്രിൻസസ് ഡോക്ക് 1875 വെയിൽസ് രാജകുമാരനാണ് ഈ തുറമുഖ വികസനത്തിന് നേരിട്ട് തറക്കല്ലിട്ടത്. അതുകൊണ്ടാണ് ഇതിന് പ്രിൻസസ് ഡോക്ക് എന്ന പേര് കൊടുത്തത്. യെല്ലോ ഗേറ്റ് എന്ന പേര് വന്നത് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. മുംബൈയിലെ ഏറ്റവും പഴയതും ഊർജ്ജസ്വലവുമായ ഒരു തീരദേശ അടയാളമാണ് ഫാവൂച്ച ദക്ക. ഔദ്യോഗികമായി ഇത് ന്യൂ ഫെറി വാർഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പരമ്പരാഗതമായ മീൻ പിടിക്കുന്ന ബോട്ടുകളും ആധുനിക പാസഞ്ചർ ബോട്ടുകളും ഒരുപോലെ ഇവിടെ അടുക്കുന്നുണ്ട്. 1841 ലക്ഷ്മൺ ഹരിശ്ചന്ദ്രജി മുംബൈയിലെ ആദ്യത്തെ പാസഞ്ചർ വെറ്റ് ഡോക്ക് ഇവിടെ നിർമ്മിച്ചു. നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഫാവു എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ഈ ജെട്ടിക്ക് ഫാവൂച്ച ദക്ക എന്ന പേര് ലഭിച്ചു. ആയിരത്തി 1874 ബ്രിട്ടീഷ് ഭരണകാലത്ത് വെനീഷ്യൻ ഗോതിക്, നിയോ ഗോതിക് ശൈലിയിലുള്ള വാസ്തുവിദ്യ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ബിൽഡിംഗ് ആണ് പതിറ്റാണ്ടുകളോളം മുംബൈ ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റ് രേഖകൾ സൂക്ഷിച്ചിരുന്നതിനായി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നിയമസഭാ ചേംബറുകളും മറ്റു പ്രധാന ഭരണനിർവഹണ ഓഫീസുകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ഇത് മുനിസിപ്പൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻ കോർട്ടായി പ്രവർത്തിക്കുന്നു. ഉയർന്ന മേൽക്കൂരകളുള്ള പഴയ കൊളോണിയൽ മുറികൾ ഇന്ന് കോടതി മുറികളായും ജഡ്ജിമാരുടെ ചേംബറുകളായും മാറിയിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത് പണി പൂർത്തിയാക്കി പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നത് 1924 ഞങ്ങൾ ഇവിടെ ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പോഴും നല്ല തിരക്കായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് കടൽ കടന്ന് ഇന്ത്യയിലെത്തുന്ന പുതിയ ബ്രിട്ടീഷ് വൈസ്രോയിമാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രൗഢഗംഭീരമായ ഈ കവാടം പണിതത്. എന്നാൽ പിൽക്കാലത്ത് 1947 അവരുടെ അന്തിമ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു എന്നത് ചരിത്രപരമായ ഒരു വൈരുദ്ധ്യമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉയരം എന്ന് പറയുന്നത് 26 മീറ്ററാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അക്കാലത്ത് ആ പ്രദേശത്ത് നിന്ന് തന്നെ ഖനനം ചെയ്തെടുത്ത മഞ്ഞ ബസാൾട്ട് കല്ലുകളും കോൺക്രീറ്റും ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ മധ്യഭാഗത്തുള്ള താഴികക്കുടത്തിന് 48 അടി വ്യാസമുണ്ട്. കൂടാതെ 4 വലിയ ഗോപുരങ്ങളും ഇതിനു ചുറ്റും നമുക്ക് കാണാം. ഇന്ന് മുംബൈയിലെ ഏറ്റവും ജനപ്രിയമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണിതെന്ന് പറയേണ്ടതില്ലല്ലോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ സ്മാരകത്തിന്റെ പരിസരം
പലപ്പോഴും സംസ്ഥാന ഉത്സവങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്കുമുള്ള ഒരു പ്രധാന വേദി കൂടിയാണ്. ഇത് ഒരു പ്രധാന ബോട്ട് ജെട്ടിയായും പ്രവർത്തിക്കുന്നുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലായിട്ട് നമുക്കൊരു ആഡംബര ഹോട്ടൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ പേരാണ് ദ താജ്മഹൽ പാലസ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആഡംബര ഹോട്ടലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്നതിന് 20 വർഷം മുമ്പ് താജ്മഹൽ ഹോട്ടൽ നിർമ്മിച്ചിരുന്നു. അതായത് 1903 ഇത് അതിഥികൾക്കായി തുറന്നു കൊടുത്തിരുന്നു. ഈ ഹോട്ടൽ നിർമ്മാണത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. അക്കാലത്ത് മുംബൈയിലെ പ്രമുഖ ഹോട്ടലായിരുന്ന വാട്സൺസ് ഹോട്ടലിൽ ഇന്ത്യക്കാരനായതിനാൽ ജംഷഡ്ജി ടാറ്റയ്ക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരുപോലെ പ്രവേശിക്കാൻ കഴിയുന്നതും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നതുമായ ഒരു വലിയ ഹോട്ടൽ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് ചരിത്രം. പണ്ട് കടൽ മാർഗം മുംബൈ തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകൾ ദൂരെ നിന്ന് തന്നെ ആദ്യം ദൃശ്യമായിരുന്ന അടയാളം ഈ ഹോട്ടലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഈ ഹോട്ടൽ 600 കിടക്കകളുള്ള ഒരു സൈനിക ആശുപത്രിയായി മാറ്റിയിരുന്നു. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന, സരോജിനി നായിഡു തുടങ്ങിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ ഒരു പ്രധാന ഒത്തുചേരൽ കേന്ദ്രം കൂടിയായിരുന്നു ഇത്. 2008 നവംബർ 26 ഈ ഹോട്ടലിൽ ഒരു വലിയ ഭീകരാക്രമണത്തിന് ഇരയായി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഹോട്ടൽ ഭാഗികമായി വീണ്ടും തുറക്കുകയും പിന്നീട് കോടികൾ ചിലവഴിച്ച് ഇതിന്റെ പഴയകാല പ്രൗഢി പൂർണ്ണമായി വീണ്ടെടുക്കുകയും ചെയ്തു. ഈ കാണുന്നത് മന്ത്രാലയമാണ്. മഹാരാഷ്ട്ര സംസ്ഥാന ഭരണത്തിന്റെ പ്രധാന അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് മന്ത്രാലയത്തിലാണ്. ഇവിടെ തന്നെയാണ് മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ പ്രധാന ഓഫീസുകൾ. മുംബൈയുടെ നഗരക്കാഴ്ചകൾ കണ്ടിട്ട് നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമയും ഭരത് പവലിയനും കാണാം. മുകേഷ് അംബാനിയുടെ വീട്ടിന് മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് പവലിയനെ പ്രധാനമായും 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ശ്രുതി, കൃതി, ദൃഷ്ടി ആൻഡ് ക്രിയേറ്റേഴ്സ് ലീപ്. ശ്രുതിയിൽ പ്രധാനമായി പുരാതന വേദമന്ത്രങ്ങൾ, നാടൻ പാട്ടുകൾ തുടങ്ങി റേഡിയോയെ കുറിച്ചും പോസ്റ്റൽ കാർഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ശ്രുതി സോണിൽ ഗുഹാചിത്രങ്ങൾ, സിന്ധു നദീതട ലിപികൾ തുടങ്ങി പുരാതന ഇന്ത്യയുടെ എഴുത്തു ചരിത്രവും അച്ചടി വികസനവും പറയുന്നുണ്ട്. ദൃഷ്ടി സോണിൽ ക്ലാസിക്കൽ നൃത്തങ്ങൾ, പാവക്കളി തുടങ്ങി ഇന്ത്യൻ സിനിമയുടെ നാഴികക്കല്ലുകൾ, ആധുനിക സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. ക്രിയേറ്റേഴ്സ് ലീപ് സോണില് ഇന്ത്യയുടെ സാങ്കേതിക ഭാവി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗെയിംസ് എന്നിവയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ചലച്ചിത്ര മ്യൂസിയമാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പഴയകാല സാങ്കേതിക ഉപകരണങ്ങൾ, പ്രാദേശിക സിനിമകളുടെ സാന്നിധ്യം, പ്രതിഭകളുടെ ഓർമ്മ പുതുക്കൽ, ചിൽഡ്രൻസ് ഫിലിം സ്റ്റുഡിയോ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് സ്മാരക സമിതിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ ജുഹു ബീച്ചിലാണ്. മുംബൈയിലെ ഏറ്റവും പ്രശസ്തവും സജീവവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജുഹു ബീച്ച്. അറബിക്കടലിന്റെ മനോഹരമായ തീരത്തോട് ചേർന്ന് ഏകദേശം 5 മുതൽ 6 കിലോമീറ്റർ വരെ നീളത്തിൽ ഈ ബീച്ച് വ്യാപിച്ചു കിടക്കുന്നു. ജുഹു ബീച്ചിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ചൗപാട്ടി ഭക്ഷണശാലകൾ. മുംബൈയുടെ തനത് തെരുവ് ഭക്ഷണങ്ങളുടെ ഒരു വലിയ നിര തന്നെ നമുക്കവിടെ കാണാം. ചൂടുള്ള പാവ് ഭാജി, ദേൽപൂരി, പാനിപൂരി,
സേവ് പൂരി, മുംബൈയുടെ സ്വന്തം വടാപ്പാവ്, കുൽഫി, പല നിറത്തിലുള്ള ഐസ്ക്രീമുകൾ എന്നിവ കഴിക്കാൻ ആളുകൾ വൻതോതിൽ തടിച്ചുകൂടുന്നുണ്ട്. ഞങ്ങൾ വൈകുന്നേരമാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ കടൽ തീരത്തു നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. ബോളിവുഡ് താരങ്ങളുടെ ആഡംബര വസതികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തോട് ചേർന്നതായതുകൊണ്ട് തന്നെ മുംബൈയുടെ ഗ്ലാമർ ലോകവുമായി ഈ തീരത്തിന് അടുത്ത ബന്ധമുണ്ട്. ഇവിടുത്തെ ചരിത്രപരമായ പ്രാധാന്യം എന്തെന്നാൽ മഹാത്മാഗാന്ധി തന്റെ വക്കീൽ ജീവിതകാലത്ത് സമയം ചിലവഴിച്ചിരുന്ന ചരിത്രപ്രസിദ്ധമായ ഗാന്ധി ഗ്രാം ഈ ബീച്ചിന്റെ വടക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് റോഡിൽ നിന്ന് തന്നെ സൂര്യാസ്തമയം കാണാൻ കഴിയുന്നുണ്ട്. രാത്രിയായി തുടങ്ങുകയാണ്. മുംബൈയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തിരിച്ചു പോവുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലോകമാന്യ തിലക് ടെർമിനസിലാണ്. ഇതിന്റെ പഴയ പേര് കുർള ടെർമിനസ് എന്നായിരുന്നു. 1991 ഈ സ്റ്റേഷൻ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ബാലഗംഗാധര തിലകിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോകമാന്യ തിലക് ടെർമിനസ് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ട്രെയിനിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങൾ പാട്ടൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായി രസകരമായി യാത്ര ചെയ്യുകയാണ്. മുംബൈ സ്വപ്നങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. മുംബൈ വെറുമൊരു സ്ഥലമല്ല, അതൊരു അനുഭൂതിയാണ്. എന്റെ ഒപ്പം ഈ നഗരം കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്